സവാള സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഒരു പച്ചമുളകിൻ്റെ പകുതി കുനുകുനായിട്ട് അരി. അതിലേക്ക് ഒരു നാരങ്ങയുടെ 1/4 ഭാഗം പിഴിഞ്ഞു കൊടുക്കുക. ഒരു 2 കറിവേപ്പില ഇട്ട് ഉപ്പിട്ട് ഞെരടുക. അതൊരു കുപ്പിയിൽ വെക്കുക. വേറൊരു സവാള നീളത്തിൽ കനം കുറച്ച് ഉപ്പിട്ട് ഞെരടി വെക്കുക. 2 കിലോ കപ്പ എടുക്കുക. വെട്ടുക, പൊളരുക, നടുവേ മുറിച്ച് നാരെടുത്ത് കളയുക. കപ്പ 3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി 4ാമത്തെ പ്രാവശ്യം വെള്ളത്തിലിട്ട് 10 മിനിറ്റ് വെക്കുക. 8 മുഴുത്ത ചുവന്നുള്ളി, 8 മുഴുത്ത വെളുത്തുള്ളി, 1.5 മുളക് എടുത്ത് വെക്കുക. 3/4 കപ്പ് തേങ്ങ എടുത്ത് വെക്കുക. ചുവന്നുള്ളി, വെളുത്തുള്ളി, തേങ്ങ മിക്സറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നിർത്തി മിക്സിയിൽ അടിച്ച് കപ്പ വേവിക്കാൻ വെക്കുക. അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് അതിലേക്ക് കടുകിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞളിട്ട് കറിവേപ്പില ഇട്ട് അരപ്പിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നിർത്തി വെക്കാം. എന്തോന്നൊരെണ്ണം ഞെക്കി നോക്കാം. വെള്ളം ഊറ്റിക്കളഞ്ഞ വെള്ളം 2 പ്രാവശ്യം ഒഴിച്ച് കഴുകി ഊറ്റിയെടുക്കാം. ഇതിലേക്ക് അരപ്പിട്ട് ഇളക്കി ഉടച്ച് ഉപ്പിട്ട് വെക്കാം. കിലോ എല്ലെടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 3 ഏലക്ക, 7 ഗ്രാമ്പു, 5 സെൻറ്റിമീറ്റർ പട്ട, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മീറ്റ് മസാല. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഗ്യാസിൽ വെച്ച് ഒരു വിസിലടിച്ച് കുറച്ച് വെച്ച് 12 മിനിറ്റ് കഴിഞ്ഞ് നിർത്തുക. ഇട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ച സവാളയിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് ഇളക്കുക. വേവിച്ച് ഇറച്ചിച്ചാറിലേക്ക് കപ്പയിട്ട് ഇളക്കുക. അതിലേക്ക് എല്ലിട്ട് ഇളക്കി സെർവ് ചെയ്യുക. എല്ലും കപ്പയും വെച്ച് എൻ്റെ മണ്ടേ നമ്മുടെ സവാള അരിഞ്ഞതും വെച്ച് ചള്ളാസും അച്ചാറും കൂട്ടി കട്ടൻ ചായയും കൂട്ടി കഴിക്കാം.